ഫ്രണ്ട്സ്, നമ്മുടെ മിഷൻ LDCയിലെ 13ാമത്തെ ദിവസത്തെ പരീക്ഷയാണ് ഇന്ന് തന്നിരുന്നത്. സയൻസിലെ 5ാം ക്ലാസ്സിലെ സയൻസിലെ 1ാമത്തെ ചാപ്റ്ററും പിന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 60 മുതൽ 80 വരെ അതിൽ മിസ്സിംഗ് ആയിരുന്നു. പിന്നെ ഞാൻ രാത്രി ആയപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് സംഘടിപ്പിച്ചിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കാത്തവരെന്ത് ചെയ്തോണം, ആ 60 മുതൽ 80 വരെയുള്ളതൊന്ന് നോക്കിക്കോണം. ആൻസർ കീ അത് തന്നെയാണ്, പക്ഷെ 60 മുതൽ 80 വരെ കുറച്ച് സയൻസിന്റെ ചോദ്യങ്ങളുണ്ട്, അതുകൂടെ ഒന്ന് വർക്കൗട്ട് ചെയ്തോണം. പിന്നെ ഇന്നാണ് കുറെ ആളുകൾക്ക് ബോധ്യമാവുന്നത് എന്ത്, 5ാം ക്ലാസ്സിലെ കുട്ടി വരെ ഇത്രയും സയൻസ് പഠിക്കുന്നുണ്ട് എന്നുള്ളത്. ഇന്ന് 5ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ വായിച്ചു നോക്കുമ്പോഴാണ് ആ ഒരു ബോധ്യം നമുക്കുണ്ടായത്. കാരണം അതിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇഷ്ടം പോലെ നമ്മൾ ആ സസ്യങ്ങളുടെയൊക്കെ ഓരോ വെറൈറ്റീസും അതുപോലെ തന്നെ ഏതിലാണ് സംഭരിച്ചു വെക്കുന്നത് അത്രയും ഡീപ്പായിട്ട് വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 5ാം ക്ലാസ്സിലെ കുട്ടി പഠിക്കുന്നുണ്ട്. അപ്പം നമുക്കിത് എന്തായാലും എന്ത് ചെയ്യണം, 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ആകുമ്പോഴത്തേക്ക് അത്രയും സയൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം ആ ഒരു ഊർജ്ജത്തോടു കൂടെ തന്നെ തുടക്കം മുതൽ എന്ത് ചെയ്യണം, നിങ്ങൾ തരുന്ന ഓരോ ചാപ്റ്ററും നന്നായിട്ട് തന്നെ നോക്കിക്കോണം. അപ്പം ഇന്നത്തെ ഇതിൽ നിന്ന് 20 ചോദ്യങ്ങളാണ് തയ്യാറാക്കിയിട്ടുള്ളത്, നമുക്ക് നോക്കാം. 1, ഗ്ലോബൽ വാച്ച് എന്നത് ഒരു മനുഷ്യാവകാശ സംഘടന, പരിസ്ഥിതി സംഘടന, ഒരു തരം ഘടികാരം, ഇതൊന്നുമല്ല. 2, ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ ശ്രമിച്ച ഒരു അഗ്നിയായിരുന്നു ലോകമഹായുധം എന്ന് പറഞ്ഞത് ആര്? ഗാന്ധിജി, വിൻസ്റ്റൺ ചർച്ചിൽ, HG വെൽസ്, ആൽബർട്ട് ഐൻസ്റ്റീൻ. 3, നിർവാചൻ സദൻ ഏതിന്റെ ആസ്ഥാനമാണ്? പ്ലാനിംഗ് കമ്മീഷൻ, ഇലക്ഷൻ കമ്മീഷൻ, ദൂരദർശൻ, ആകാശവാണി. 4, ചാമ്പ്യൻ ഓഫ് ദി എർത്ത് പുരസ്കാരം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? രാഷ്ട്രീയം, പത്രപ്രവർത്തനം, പരിസ്ഥിതി, വൈദ്യശാസ്ത്രം. 5, ഏഷ്യയെ ആഫ്രിക്കയിൽ നിന്ന് വേർതിരിക്കുന്ന ജലപാതയാണ്? പനാമ കനാൽ, സൂയസ് കനാൽ, പാക് കടലിടുക്ക്, അറബിക്കടൽ. 6, പാർലമെന്റിലെ അംഗമല്ലാത്ത ഒരാൾ മന്ത്രിസഭയിൽ അംഗമായാൽ അയാൾ എത്ര കാലത്തിനുള്ളിൽ പാർലമെന്റ് അംഗമായിരിക്കണം? 1 വർഷം, 6 മാസം, 5 വർഷം, 3 മാസം. 7, താഴെ കൊടുത്തവയിൽ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സാണ്? കൽക്കരി, കാറ്റ്, സൗരോർജ്ജം, തിരമാല. 8, ആരുടെ ഗ്രന്ഥമാണ് യോഗ താരാവലി? ജോസഫ് റബാൻ, ശങ്കരാചാര്യർ, ഭാസ്കരാചാര്യർ, പതഞ്ജലി. 9, അരുണരക്താണുക്കളുടെ നിർമ്മാണം നടക്കുന്നത് എവിടെ? പേശികൾ, സിര, ഹൃദയം, അസ്ഥിമജ്ജ. 10, വായുവിന്റെ തിരശ്ചീന ചലനം? വായുപ്രവാഹം, കാറ്റ്, ചാലനം, സംവഹനം. 11, രാത്രി സമയങ്ങളിൽ സസ്യങ്ങൾ പുറത്തുവിടുന്നത്? ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ, നൈട്രജൻ. 12, ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്നത്? കുർക്കുമിൻ, ആന്തോസയാനിൻ, സാന്തോഫിൽ, കരോട്ടിൻ. 13, കണ്ടൽ കാടുകൾക്ക് ഏതിനം വേരുകളാണുള്ളത്? താങ്ങുവേരുകൾ, പൊയ്ക്കാൽ വേരുകൾ, ശ്വസന വേരുകൾ, ഇവയൊന്നുമല്ല. 14, സംഭരണ വേരുകളിൽ പെടാത്തത്? കപ്പ, ക്യാരറ്റ്, ചേന, ബീട്രൂട്ട്. 15, ഭിന്നശേഷിക്കാരുടെ പുനരധിവാസത്തിന് വേണ്ടിയുള്ള കേരള സർക്കാർ പദ്ധതി? കൈവല്യ, കൈത്താങ്, ആർദ്രം, സമന്വയം. 16, അവിവാഹിതരായ അമ്മമാരെ സംരക്ഷിക്കാനുള്ള കേരള സർക്കാർ പദ്ധതി? ആശ്വാസകിരണം, സ്നേഹസ്പർശം, സ്നേഹസാന്ത്വനം, പ്രത്യാശ. 17, 18 വയസ്സിന് താഴെയുള്ളവർക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതി? ആശ്വാസകിരണം, കനിവ്, ആശ്രയ, ആരോഗ്യകിരണം. 18, കേരള സർക്കാരിന്റെ അവയവദാന പദ്ധതി? ഭൂമിക, സുബോധം, മൃതസഞ്ജീവനി, വാത്സല്യ. 19, നവകേരള മിഷൻ പദ്ധതിയിൽ പെടാത്തത്? ഹരിത കേരളം, EMS ഭവന പദ്ധതി, ആർദ്രം, ലൈഫ്. 20, ലോകബാങ്കുമായി സഹകരിച്ച് ഗ്രാമങ്ങളിൽ കുടിവെള്ളം എത്തിക്കാനുള്ള കേരള സർക്കാർ പദ്ധതി? വർഷ, ജലരക്ഷ, ജലനിധി, ജലകന്യക. അപ്പൊ ഇത്രയാണ് 20 ചോദ്യങ്ങൾ. 20 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയ ശേഷം ഏതൊക്കെയാണ് ഉത്തരങ്ങൾ എന്നുള്ളത് പരിശോധിക്കുക. ഉത്തരങ്ങൾ: 1, ഗ്ലോബൽ വാച്ച്, ഓപ്ഷൻ എ മനുഷ്യാവകാശ സംഘടന. 2, ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ ശ്രമിച്ച ഒരു അഗ്നിയായിരുന്നു ലോകമഹായുധം എന്ന് പറഞ്ഞത്? ഓപ്ഷൻ സി HG വെൽസ്. 3, നിർവാചൻ സദൻ, ഓപ്ഷൻ ബി ഇലക്ഷൻ കമ്മീഷൻ. 4, ചാമ്പ്യൻ ഓഫ് ദി എർത്ത് പുരസ്കാരം, ഓപ്ഷൻ സി പരിസ്ഥിതി. 5, ഏഷ്യയെ ആഫ്രിക്കയിൽ നിന്ന് വേർതിരിക്കുന്ന ജലപാതയാണ്? ഓപ്ഷൻ ബി സൂയസ് കനാൽ. ഇവിടെ ഇക്കഴിഞ്ഞ VEOക്ക് ചോദിച്ച ചോദ്യം നിങ്ങൾ ആ സമയത്ത് ഓർത്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആഫ്രിക്കയെയും ഏഷ്യയെയും വേർതിരിക്കുന്ന കടൽ എന്ന് ചോദിച്ചപ്പോൾ അവിടെ ഉത്തരം ചെങ്കടലാണ്. അത് ഇതിന്റെ കൂടെ തന്നെ പഠിക്കേണ്ട ഒരു ഫാക്റ്റാണ്. ഇവിടെ ചോദിച്ചത് ജലപാതയാണ്, അപ്പൊ സൂയസ് കനാൽ. കടൽ ചോദിച്ചപ്പോൾ ചെങ്കടൽ. രണ്ടും ഒരേ കാര്യങ്ങൾ തന്നെയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. 6, പാർലമെന്റിൽ അംഗമല്ലാത്ത ഒരാൾ മന്ത്രിസഭയിൽ അംഗമായാൽ അയാൾ എത്ര കാലത്തിനുള്ളിൽ പാർലമെന്റ് അംഗമായിരിക്കണം? ഓപ്ഷൻ ബി 6 മാസം. 7, താഴെ കൊടുത്തവയിൽ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്? ഓപ്ഷൻ എ കൽക്കരി. 8, ആരുടെ ഗ്രന്ഥമാണ് യോഗ താരാവലി? ഓപ്ഷൻ ബി ശങ്കരാചാര്യർ. 9, അരുണരക്താണുക്കളുടെ നിർമ്മാണം നടക്കുന്നത് എവിടെ? ഓപ്ഷൻ ഡി അസ്ഥിമജ്ജ. 10 വായുവിന്റെ തിരശ്ചീന ചലനം ഓപ്ഷൻ
ബി കാറ്റ്. ഇവിടെ വായുവിന്റെ തിരശ്ചീന ചലനം എന്നുള്ളതിന് അവിടെ തന്നെ മറ്റൊരു രീതിയിൽ, അതായത് ചോദിക്കാറുള്ളത് അന്തരീക്ഷം തിരശ്ചീന തലത്തിൽ ചൂടുപിടിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ തന്നെ പകരം ഏത് കൊടുക്കാറുണ്ട്? അഭിവഹനം എന്ന് കൊടുക്കാറുണ്ട്. അഭിവഹനവും ഇതും ഏകദേശം ഒരേപോലെയാണ് വരിക. അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ അവിടെ അഭിവഹനമാണ് വരിക. ഇങ്ങനെ വായുവിന്റെ തിരശ്ചീന ചലനം എന്ന് മാത്രമാണെങ്കിൽ കാറ്റ്, മറ്റത് ഒരു സ്ഥലത്ത് നിന്ന് ചൂട് കാറ്റ് തണുത്ത സ്ഥലത്തേക്ക് വീശുന്നു, അപ്പോൾ വായു തിരശ്ചീന തലത്തിൽ അങ്ങോട്ടേക്ക് ചൂട് പിടിപ്പിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ. 11 രാത്രി സമയങ്ങളിൽ സസ്യങ്ങൾ പുറത്തുവിടുന്നത് ഓപ്ഷൻ ബി കാർബൺ ഡൈ ഓക്സൈഡ്. 12 ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്നത് ഓപ്ഷൻ ബി ആന്തോസയാനിൻ. 13 കണ്ടൽ കാടുകൾക്ക് ഏതിനം വേരുകളാണുള്ളത്? ഓപ്ഷൻ സി ശ്വസന വേരുകൾ. ഇതേ ചോദ്യം കഴിഞ്ഞ ഫയർമാന്റെ പരീക്ഷയിൽ കണ്ടൽ കാടുകളുടെ വേര് ഏത് ടൈപ്പാണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ന്യൂമാറ്റോഫറസ് എന്നായിരുന്നു ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ മലയാളമാണ് ഏത്? ശ്വസന വേരുകൾ. 14 സംഭരണ വേരുകളിൽ പെടാത്തത് ഓപ്ഷൻ സി ചേന. ഇത് നിങ്ങൾക്ക് അവിടെ കുട്ടികൾക്ക് വർക്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടാവും. അതായത് സംഭരണ വേരുകൾ, കാണ്ട വേര്, സംഭരണ വേരുകളും കാണ്ട വേരുകളും തമ്മിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ടാവും. അത് നമ്മളോട് വേർതിരിക്കാൻ പറഞ്ഞിട്ട്, അതായത് കുട്ടികളോടാണ് വേർതിരിക്കാൻ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ അങ്ങനെ കൊടുത്തിട്ടുള്ള വർക്കുകളും കൂടെ നമുക്ക് എന്ത് ചെയ്യണം? ചെയ്യണം. അവിടെ അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് യൂസ് ചെയ്യാം? ഹാൻഡ് ബുക്ക് ഉണ്ട്. ഹാൻഡ് ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ആ കുട്ടികൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങളുടെ ഉത്തരങ്ങൾ അതിലുണ്ടാവും. അപ്പം ഞാൻ ഹാൻഡ് ബുക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് അവിടെ കോപ്പി ചെയ്ത് ഇട്ടുതരാം. ഇനി ഭിന്നശേഷിക്കാരുടെ പുനരധിവാസത്തിന് വേണ്ടിയുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ഓപ്ഷൻ എ കൈവല്യ. 16 അവിവാഹിതരായ അമ്മമാരെ സംരക്ഷിക്കാനുള്ള കേരള സർക്കാർ പദ്ധതി ഓപ്ഷൻ ബി സ്നേഹസ്പർശം. 17 18 വയസ്സിന് താഴെയുള്ളവർക്ക് സൗജന്യ ചികിത്സ ഓപ്ഷൻ ഡി ആരോഗ്യകിരണം. 18 കേരള സർക്കാരിന്റെ അവയവദാന പദ്ധതി ഓപ്ഷൻ സി മൃതസഞ്ജീവനി. 19 നവകേരള മിഷൻ പദ്ധതിയിൽപ്പെടാത്തത് ഓപ്ഷൻ ബി EMS ഭവന പദ്ധതി. 20 ലോകബാങ്കുമായി സഹകരിച്ച് ഗ്രാമങ്ങളിൽ കുടിവെള്ളം എത്തിക്കാനുള്ള കേരള സർക്കാർ പദ്ധതി ഓപ്ഷൻ സി ജലനിധി. അപ്പൊ ഇത്രയാണ് 20 ചോദ്യങ്ങൾ. ഇനി നാളെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ആ കേരള ഫാക്സിൽ ഇനി ആകെ 4 ലെസൺ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യുക. അപ്പൊ ആ കോഴ്സ് അങ്ങോട്ട് തീർന്നോളും. കേരള ഫാക്റ്റുകൾ എന്ന് പറയുന്ന ആ ഒരു കോഴ്സിൽ ഇനി നമുക്ക് ഒരു സ്കീമും പിന്നെ മോഡേൺ കേരള പൊളിറ്റി എന്ന് പറയുന്ന ഒരു 3 ലെസൺ ഉണ്ടാവും. അതായത് ആധുനിക കേരളത്തിന്റെ രാഷ്ട്രീയം. അതിൽ ഇതാണ് ഒന്ന് പാർട്ട് 5 കേരള സ്കീംസ്, കേരള പൊളിറ്റിക്സ് 1, കേരള പൊളിറ്റിക്സ് 2, കേരള പൊളിറ്റിക്സ് 3. അതിൽ നിങ്ങളൊരു കാര്യം തിരുത്തി വായിക്കേണ്ടത്, അവിടെ KM മാണിയെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളെ പ്രതിനിധീകരിച്ച വ്യക്തി എന്നവിടെ പറയുന്നുണ്ട്. അതൊന്നും മാറ്റിയിട്ട് ഒരേ മണ്ഡലത്തെ ഏറ്റവും കൂടുതൽ തവണ പ്രതിനിധീകരിച്ചത് എന്നാക്കണം. അതായത് പാലാ മണ്ഡലത്തെയാണ് ഏറ്റവും കൂടുതൽ തവണ എന്ത് ചെയ്യുന്നത്? അദ്ദേഹം പ്രതിനിധീകരിക്കുന്നത്. അപ്പോൾ ഒരേ മണ്ഡലത്തെ ഏറ്റവും കൂടുതൽ തവണ പ്രതിനിധീകരിച്ച MLA എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ഥാനാർത്ഥി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? KM മാണിയാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളെ പ്രതിനിധീകരിച്ച ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MV രാഘവനാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. നമ്മൾ ഷോർട്ടായിട്ട് MVR എന്ന് പറയാറുണ്ട്. അത് നിങ്ങൾ പഠിച്ചില്ലെങ്കിലും പഠിക്കാൻ എളുപ്പമാണ്. വേറെ വേറെ മണ്ഡലങ്ങളെയാണ് അദ്ദേഹം പ്രതിനിധീകരിച്ചത്. അപ്പൊ ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളെ പ്രതിനിധീകരിച്ചത് എന്ന് ചോദിച്ചാൽ MV രാഘവനാണ്. MVR അതിന്റെ ആ ഷോർട്ടിന്റെ ഫുൾ ഫോം ആണെന്ത്? മണ്ഡലങ്ങൾ വേറെ വേറെ. അതാണ് MVR എന്നുള്ളത് നമുക്ക് അവിടെ ഓർത്തിരിക്കാൻ പറ്റും. അപ്പൊ അതൊന്ന് തിരുത്തിയിട്ട് ഇതൊന്ന് ആഡ് ചെയ്തിട്ട് പഠിക്കുകയും ചെയ്യുക. പിന്നെ അപ്പൊ കേരള ഫാക്സ് 4 ലെസൺ, സയൻസിന്റെ സെക്കൻഡ് ലെസൺ 5ാം ക്ലാസ്സിലെ സയൻസിന്റെ 2ാമത്തെ ചാപ്റ്റർ, ഇംഗ്ലീഷും മലയാളവും 5 വീതം വേർഡ്സ് നമുക്ക് എന്നും പോണ പോലെ തന്നെ പഠിച്ചു പോട്ടെ. പിന്നീട് നമുക്കത് അപ്ലൈ ചെയ്യാം. ക്വസ്റ്റ്യൻ പേപ്പറും ഉണ്ടായിരിക്കും. അപ്പൊ ഇത്രയും പഠിച്ചിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം. കാണുമ്പോഴേക്കും താങ്ക് യു.